മഹാബലി കേരളം ഭരിച്ചിരുന്നുവോ? നർമ്മദയുടെ തീരത്തല്ലേ മഹാബലി യാഗം നടത്തിയത്? അപ്പോൾ അവിടെയല്ലേ മഹാബലിയുടെ രാജ്യം ഉണ്ടായിരുന്നത്? അപ്പോൾ കേരളം എങ്ങനെയാണ് മഹാബലിയുടെ രാജ്യം ആകുന്നത്? വാമനഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ച് സുതലത്തിൽ വസിക്കുവാന് വിട്ടുവെന്നു പറഞ്ഞുവരുന്നത്. അപ്പോൾ കേരളം ആണോ ഈ പാതാളം, അല്ലെങ്കിൽ നരകം? എവിടെയാണ് ഈ സുതലം? സുതലം എന്നതിനു പാതാളം, ബലിസത്വം, നാഗലോകപ്രഭേദം എന്നിങ്ങനെയാണ് അർത്ഥം. മലയാളഭൂമിയാണ് ബലിസത്വം. മലയാളഭൂമി ബലിസത്വമാണെന്നു നന്ദീസംഹിതയിലെ കേരളമഹിമാനുവർണ്ണനവും സമ്മതിക്കുന്നു. രമണകമെന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. ഭാഗവതത്തിൽ രമണകം നാഗാവാസമായി പറയപ്പെട്ടിരിക്കുന്നു. രാജ്യഭ്രംശാനന്തരം ജീമൂതവാഹനനും പിതാവും മലയാചലം വന്ന് തപസ്സു ചെയ്തിരുന്നതായും മലയവതിയെ കല്യാണം കഴിച്ചതായും പറയുന്നുണ്ട്. മലയാചലം മലയാളഭൂമിയാകയാൽ മഹാബലി വസിച്ച സുതലം അല്ലെങ്കിൽ പാതാളം അല്ലെങ്കിൽ നരകം ഇതുതന്നെയെന്നു വരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നരകത്തിലാണ് ജീവിക്കുന്നത് എന്ന് മഹാബലിയെ ആരാധിക്കുന്നതിലൂടെ വ്യക്തമാവുന്നു. എന്നാൽ ഓണത്തിന് ആഘോഷിക്കേണ്ടത് മഹാബലിയെ അല്ല, മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനനെ ആണ്. എറണാകുളം ജില്ലയിലാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. 4500 വർഷങ്ങൾക്കു മുമ്പ് പരശുരാമനാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു. മഹാബലിയെ ചവിട്ടാനായി കാലുയർത്തി നിൽക്കുന്ന വാമനമൂർത്തിയുടെ ത്രിവിക്രമ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ധർമ്മം നശിക്കുമ്പോഴാണ് അവിടെ മഹാവിഷ്ണു അവതാരം എടുക്കുന്നത്. അധർമ്മം ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കാത്തതും ഒരു അധർമ്മം തന്നെയാണ്.